അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ അവിടെ വലിയ ഷെല്ലിംഗ് നടക്കുകയാണ്. നമ്മുടെ 10-13ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു സൈനികന് വീരമൃത്യു വരിച്ചു. അപ്പോൾ ഈ നിലവിലെ പുതിയ സാഹചര്യത്തിൽ അതിർത്തിയിലെ പാക് ഷെല്ലിംഗ് 3 സംസ്ഥാനങ്ങളിലെ 12 അതിർത്തി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കശ്മീരിലെ 5 ജില്ലകൾ, പഞ്ചാബിലെ 4 ജില്ലകൾ, രാജസ്ഥാനിലെ 3 ജില്ലകൾ, ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള അനാവശ്യ പ്രകോപനം ഈ രാജ്യത്തിന് നേരെ, നമുക്ക് നേരെ നടക്കുന്നുമുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണത്തെക്കാൾ ഇന്ത്യ കരുതിയിരിക്കേണ്ടത് ഭീകര സംഘടനകളെയാണ് എന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ മുന്നറിയിപ്പ്. പാകിസ്ഥാൻ പോറ്റി വളർത്തുന്ന ഭീകര സംഘടനകളെ ലോകത്തിന് മുന്നിൽ ഇഴകീറി അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം. ലഷ്കർ-ഇ തോയ്ബ നടത്തിയ പെഹൽഗാം ആക്രമണത്തിന് ലഷ്കറിന് മാത്രമല്ല, ജെയ്ഷെ മുഹമ്മദിനും ഹിസ്ബുൾ മുജാഹിദിനും കൂടിയാണ് ഇന്ത്യ അതിശക്തമായ തിരിച്ചടി നൽകിയത്. പാകിസ്ഥാനിൽ ഭീകര സംഘടനകൾക്ക് ഇങ്ങനെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നത് 14 വർഷം മുൻപാണ്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇരമ്പിയെത്തി ഒസാമ ബിൻ ലാദനെ വധിച്ചപ്പോഴായിരുന്നു അത്. അതുപക്ഷേ ഒറ്റ കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണമായിരുന്നു. ഇന്ത്യ 28 മിനിറ്റിനുള്ളിൽ 9 കേന്ദ്രങ്ങളാണ് ആക്രമിച്ചു തകർത്തത്. അതുകൊണ്ട് തന്നെ ഇതാണ് പാകിസ്ഥാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരവേട്ട. ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദിന് 28 മിനിറ്റിനുള്ളിൽ നഷ്ടമായത് 10 കുടുംബാംഗങ്ങളെയാണ്, ഒപ്പം 4 അംഗരക്ഷകരെയും. മൂത്ത സഹോദരി, അവരുടെ ഭർത്താവ്, മരുമകനും ഭാര്യയും, മരുമകൾ, 5 കുട്ടികൾ, ഇത്രയും പേരെയാണ് മസൂദ് അസറിന് നഷ്ടപ്പെട്ടത്. ജെയ്ഷെ മുഹമ്മദിന്റെ 4 കേന്ദ്രങ്ങൾ, ലഷ്കർ-ഇ ത്വയ്ബയുടെ 3 കേന്ദ്രങ്ങൾ, ഹിസ്ബുള്ള മുജാഹിദിന്റെ 2 കേന്ദ്രങ്ങൾ, ഇവയെല്ലാം ഒന്നിച്ചാക്രമിക്കപ്പെടുന്നത് ചരിത്രത്തിലാദ്യമാണ്. ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിൽ നടത്തിയ പഴയ ആക്രമണങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ സൈന്യം മറുപടി നൽകിയിരിക്കുന്നത്. കാണ്ഡഹാർ വിമാനറാഞ്ചൽ, 2001 ജമ്മു കശ്മീർ നിയമസഭാ മന്ദിര ആക്രമണം, 2001 പാർലമെന്റ് ആക്രമണം, അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയപ്പോൾ നടത്തിയ തുടർ ആക്രമണങ്ങൾ, പത്താൻകോട്ട് ആക്രമണം, 2016 ഉറി ആക്രമണം, 2019 പുൽവാമ ആക്രമണം, ഇവയെല്ലാം നടത്തിയത് ജെയ്ഷെ മുഹമ്മദാണ്. ജെയ്ഷെ മുഹമ്മദിന് മുൻപ് സ്ഥാപിച്ച സംഘടനയാണ് ലഷ്കർ-ഇ ത്വയ്ബ. ലഷ്കറാണ് 2006 മുംബൈ ട്രെയിൻ സ്ഫോടനം നടത്തിയതും 2008 മുംബൈ ഭീകരാക്രമണം നടത്തിയതും. 2010 പൂനെ ജർമ്മൻ ബേക്കറി കത്തിച്ച കേസിലും പ്രതിസ്ഥാനത്ത് ലഷ്കർ-ഇ ത്വയ്ബയാണ്. ഹിസ്ബുള്ള മുജാഹിദീൻ തലവൻ സയ്യിദ് സലാഹുദ്ദീനെതിരെ 50-ലേറെ കേസുകളാണ് ഇന്ത്യയിലുള്ളത്. 1993 മുതൽ പാക് അധീന കശ്മീരിൽ പ്രവർത്തിക്കുന്ന സലാഹുദ്ദീനെതിരെ NIA ചാർജ് ചെയ്ത 80 കോടിയുടെ കുഴൽപ്പണക്കേസ് വേറെയുമുണ്ട്. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായ ഭീകര സംഘടനകളെ പലപ്പോഴും അമേരിക്കയും നേറ്റോയും ആക്രമിച്ചിട്ടുണ്ടെങ്കിലും പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ സുരക്ഷിതരായി തുടരുകയായിരുന്നു. പാക് സൈന്യം തന്നെയാണ് അവയെ വളർത്തുന്നതെന്നതായിരുന്നു കാരണം. ആ സുരക്ഷാ കവചമാണ് ഇന്ത്യ ഇപ്പോൾ തകർത്തെറിഞ്ഞത്. ലഷ്കർ-ഇ ത്വയ്ബയും ഹിസ്ബുള്ള മുജാഹിദീനും ജെയ്ഷെ മുഹമ്മദും പാകിസ്ഥാനിൽ വാഴുന്നുവെന്ന് ഇന്ത്യ പറയുമ്പോഴൊന്നും ആ രാജ്യം സമ്മതിച്ചിട്ടില്ല. അതിർത്തി കടന്നെത്തുന്നവരെ പരിശീലിപ്പിക്കുന്നത് പാക് അധീന കശ്മീരിലാണെന്ന വാദങ്ങളും അവർ തള്ളുകയായിരുന്നു പതിവ്. ഇപ്പോൾ എല്ലാത്തിനുമുള്ള തെളിവുകളാണ് ഇന്ത്യൻ സൈന്യം മുന്നിലെടുത്തിട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെയും സൈന്യത്തിന്റെയും മുഴുവൻ പിന്തുണയുമുള്ളതാണ് 3 ഭീകര സംഘടനകൾക്കും. അത് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഇന്ത്യ ഇറങ്ങി പുറപ്പെട്ടതും. പാക് സൈന്യത്തിന്റെ നീക്കങ്ങളെക്കാൾ കരുതിയിരിക്കേണ്ടത് ഭീകര സംഘടനകളെയാണെന്ന് നയതന്ത്ര വിദഗ്ധർ പറയുന്നതും ഇക്കാരണങ്ങൾ കൊണ്ടാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.